ഖലീഫത്തുല്ലാഹി ഫീനാ മുഹയ്യിദ്ദീനി മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലാഹുവിന്റെ പകരമായി ഇവിടെ വന്നവരാ. എന്താണ് ഈ ചെങ്ങായിയൊക്കെ പറയണത്? ഇയാളെ ഉസ്താദ് എന്നോ മോലിയരെന്നോ ഒന്നും വിളിക്കാൻ പാടില്ല. ഇയാൾക്ക് അതിനുള്ള യോഗ്യതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പകരക്കാരനായിട്ടാണ് ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വന്നിട്ടുള്ളത് എന്നാ പറഞ്ഞത്. എന്നാൽ അതിന് തെളിവ് ചെല്ലണത് എന്താണ്? ഹദീസൊന്നല്ല, ഖുർആനായത്തൊന്നല്ല. അത് സദഖത്തുല്ലാഹി കാഹിരി, കായൽപട്ടണത്ത് ജീവിച്ചിരുന്ന ഒരാള്, ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുതിരപ്പട്ടാണി, മൂപ്പര് എഴുതിയതാണ് കുത്തുബിയത്ത്. ആ കുത്തുബിയത്തിലുള്ള ഒരു വരിയാണ്. എന്നിട്ട് അതിൽ എന്താണ് പറയുന്നത്? ഖലീഫത്തുല്ലാഹി ഫീന മുഹിയ്യിദ്ദീനി എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥമല്ല ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ഇയാള് പറഞ്ഞത് പച്ച ഷിർക്കാണ് പറഞ്ഞത്. അള്ളാഹ്ക്ക് പകരക്കാരൻ, അള്ളാഹ്ക്ക് പകരക്കാരൻ ഉണ്ടാക്കിയല്ലേ എന്റെ മോലിയരെ ഷിർക്ക് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നതോ ഖലീഫത്തുല്ലാഹി ഫീന എന്ന് പറഞ്ഞാല് പ്രതിനിധി എന്നുള്ളതാണ്. പ്രതിനിധി എന്ന് പറയാൻ പാടുണ്ടോ ഇല്ലേ? ഖുർആൻ ആയത്തനുസരിച്ച് നമുക്കത് പറയാം. കാര്യം അള്ളാഹു മലക്കുകളോട് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഖലീഫയെ, പ്രതിനിധിയെ ഭൂമിയിൽ സൃഷ്ടിക്കുന്നു എന്നാണ് മലക്കുകളോട് പറഞ്ഞത്. അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. പ്രതിനിധി എന്ന് പറയുന്നതും ശരീക്ക് എന്ന് പറയുന്നതും പാർട്ണർ എന്ന് പറയുന്നതും രണ്ടാണ്. അള്ളാഹു പറയുന്നത് ഒരു ജനവിഭാഗത്തെ, ഒരു മഖ്ലൂക്കിനെ എന്റെ പ്രതിനിധിയായിട്ട് ഈ ഭൂമിയിൽ ഞാൻ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും അള്ളാഹ്ക്ക് പകരക്കാരനെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടുള്ളത് ഷിർക്ക് ചെയ്യുന്നത് അത് ഇന്ന ഷിർക്കല്ല ളുലുമുൻ അലീം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? വളരെ പാതകം പിടിച്ച, പാപം പിടിച്ച ഏറ്റവും വലിയ ളുലുമാണ് ഷിർക്ക് എന്നല്ലേ പറഞ്ഞത്. ഇയാളെന്തേ പറഞ്ഞത്? അള്ളാഹ്ക്ക് ശരീക്കായിട്ട്, അള്ളാഹുൽ ഷിർക്കാണ് പറഞ്ഞത്. ഇത് ഇയാളിൽ നിന്ന് മാത്രമല്ല, പല ആളുകളും ഇതുപോലെ ഇങ്ങനെ അറിയാത്ത രൂപത്തില് ഈ ഷിർക്ക് ഒളിച്ചു കിടത്തുന്നുണ്ട്. നിങ്ങൾ ഇതൊന്ന് കേട്ടോ കാണി. മനസ്സിലും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിനോട് നേരിട്ട് അങ്ങ് ചോദിച്ചാൽ പോരെ? എന്തിനാ പിന്നെ അതിന്റെ ഇടക്കൊരാളെ നിർത്തുന്നത്? നേരിട്ട് പടച്ചറപ്പിനോട് ചോദിക്കാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരമുണ്ടപ്പോ പിന്നെ ഔസുൽ അലം അല്ലെങ്കിൽ മമ്പുറത്തെ തങ്ങള് ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ തഖ്വ ചെയ്ത് ജീവിക്കുകയും അള്ളാഹുവിലേക്ക് വസീല തേടുകയുമാണ്. വസീല, അള്ളാഹുവിലേക്ക് വസീല തേടുക എന്ന് പറഞ്ഞതിന് ഇവർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവർ പറഞ്ഞത് മൊയ്തീൻ ഷെയ്ഖിനെയും അമ്പർത്ത തങ്ങളെയും അതുപോലെ തന്നെ മഹാരഥന്മാരായ പൂർവ്വസൂരികളെ, അതിനു പുറമെ ഇവിടെയുള്ള മാനസിക രോഗികളായ കോയക്കാക്കയെയും അതുപോലെ തന്നെ മടവൂർ ഔലിയ കാക്കയെയും ഒക്കെ വസീലയാക്കിയിട്ട് ഇങ്ങനെ വളഞ്ഞു പിടിച്ചിട്ട് ഇങ്ങനെ മൂക്ക് പിടിക്കണം. വളഞ്ഞിട്ടേ നമുക്ക് മൂക്ക് പിടിച്ചാൽ എത്തുമല്ലോ, ഇവർക്ക് എത്തും. ഇവർ വളഞ്ഞിട്ടേ മൂക്ക് പിടിക്കുള്ളൂ. എന്ത് പിഴച്ച വാദമൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതുകൊണ്ട് ഇവര് ലക്ഷ്യമിടുന്നത് എന്താണ്? ഈ ഉമ്മത്തിന്റെ വിശ്വാസം കളഞ്ഞു കുളിച്ചിട്ട് ഷിർക്കിലേക്കും ബിദഅത്തിലേക്കും പറഞ്ഞയച്ചുകൊണ്ട് അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഈ പൗരോഹിത്യം ഈ ജനങ്ങൾക്ക്, ഈ സാധു ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഷിർക്ക് ചെയ്യേ എന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. ഇവരുടെ മൗലൂദുകളും റാത്തീബുകളും ഇവരുടെ അദ്ദാദുകളും അതുപോലെ തന്നെ ഇവരുടെ കുത്തുബിയത്തുകളും ഇവരുടെ നൂലാമാല കാലക്കീലകളായിട്ടുള്ള മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന ചപ്പ് ചണ്ടികൾ പോലെയുള്ള ഇത്തരം പിഴച്ച വാറോലകള് ഇത് ഈ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എറിയുവാൻ വേണ്ടിയിട്ട്, ഇറക്കുവാൻ വേണ്ടിയിട്ട്, ആണിയടിച്ചുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? പ്രിയമുള്ളവരെ, ചിന്തിക്കുക, മനസ്സിലാക്കുക. ഈ തരത്തിലുള്ള പൗരോഹിത്യം ഈ മനുഷ്യരുടെ സമ്പത്ത് കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ട് ഇവരുടെ ദുനിയാവും ആഖിബത്തും ആഖിറവും ഒക്കെ കളഞ്ഞു കുളിക്കുകയാണ്. എന്നിട്ട് നരകത്തിലെ വിറകുകളാക്കി മാറ്റുന്ന ഈ പൗരോഹിത്യത്തെ തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ചെറിയ വീഡിയോ ആണ്. ഇവിടെ ആദ്യം പറഞ്ഞ അബ്ദുൽ സമദ് അനുവരി പറഞ്ഞ ആ ഒരു കാര്യത്തിന് അവിടെ തന്നെ സ്പോട്ട് മറുപടി അമീർ ഒതുക്കുങ്ങല് നൽകുന്നുണ്ട്. അബ്ദുൽ സമദ് അൻവരി പറഞ്ഞ ആ വാക്കുകളും അതിന് അമീർ ഒതുക്കുങ്ങൽ നൽകിയ മറുപടിയും ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖലീഫത്തുല്ലാഹി ഫീനാ മുഹയ്യിദ്ദീനി മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അള്ളാഹുവിന്റെ പകരമായി ഇവിടെ വന്നവരാ. നഊദു ബില്ലാഹ്. കുരുവട്ടൂരി കുട്ടിത്തച്ചാല് പ്രസംഗിക്കുക
അള്ളാന്റെ പകരക്കാരനാണ് ഷെയ്ഖ് ജീലാനി. ഇവിടെ അള്ളാഹ്ക്ക് പകരക്കാരനുണ്ടോ? ആരാടോ എന്നത് പഠിപ്പിച്ചത്? ഇജ് പഠിച്ച ദീനേതാടോ? ആരാടോ എന്നെ പഠിപ്പിച്ചത്? ഏതാന്റെ മതം? ഏതാന്റെ വിശ്വാസം? ഏതാ ജാതി? അള്ളാഹ്ക്ക് പകരക്കാരനോ? ഒരു പകരക്കാരന്റെ ഉത്തരവാദിത്വം എന്താടോ? ഞാൻ എനിക്ക് പകരമായി ഒരാളെ അയക്കുമ്പോ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം ആ പകരക്കാരൻ ചെയ്യണം. എന്നോട് ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യപ്പെടാമോ അതെല്ലാം ആ പകരക്കാരനോട് ചോദിക്കാം. എനിക്ക് എന്തൊക്കെ അർഹതപ്പെട്ടതുണ്ടോ അതെല്ലാം ആ പകരക്കാരന് അർഹതപ്പെട്ടതാണ്. അതാണ് പകരക്കാരന്റെ ഡ്യൂട്ടി. അപ്പൊ അള്ളാന്റെ പകരക്കാരനായി ജീലാനി ഇവിടെ വരുമ്പോ അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതെല്ലാം ജീലാനിക്ക് അവകാശപ്പെട്ടതാണ്. അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും ജീലാനിനോട് ചോദിക്കാം. നിങ്ങൾ അള്ളാഹ്ക്കും വേണ്ടി നിസ്കരിക്കുന്നുണ്ട്, ജീലാനിക്കും വേണ്ടി നിസ്കരിക്കാം. അതാണ് പകരക്കാരൻ. നിങ്ങൾ അള്ളാഹ്ക്കും വേണ്ടി നോൽപ്പ് വെക്കുന്നത്, ജീലാനിക്കും വേണ്ടി നോൽപ്പ് വെക്കാം. അള്ളാഹു ആണോ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്? ജീലാനിയാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്. മടവൂരാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്. അള്ളാഹു അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യം നടക്കൂലേ? ജീലാനി മടവൂരും അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യം നടക്കൂല. മടവൂരും ജീലാനും അറിയാതെ പ്രപഞ്ചത്തിൽ ഇല പോലും അനങ്ങൂല. അപ്പൊ അള്ളാഹുവിന് എന്തൊക്കെ അവകാശപ്പെട്ടതുണ്ടോ ഗുണവിശേഷങ്ങൾ മുഴുവനും അത് ഔലിയാക്കൾക്കും അവകാശപ്പെട്ടതാണ്.